പലിശ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് അത് ഇനി ഒരു പ്രശ്നമാവാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കൂട്ടുപലിശ കാണുന്ന ക്വസ്റ്റ്യൻസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ, മണി മാത്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതല്ലടാ. അപ്പൊ പണ്ട് നമ്മൾ പഠിച്ച ആ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇപ്പൊ ഒന്ന് ഓർത്തെടുക്കാം. എങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക? ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ദയ എന്ന് പറയുന്ന ഒരാൾ, ഒരു കുട്ടി ദയ ഇൻവെസ്റ്റഡ് 30,000 rupees in a bank which pays 10% interest compounded annually. എന്താണ് പറഞ്ഞേ? 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ആരാണ്? ദയ 30,000 രൂപ നിക്ഷേപിച്ചു. 30,000 ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് ഒരു ബാങ്കിൽ. എത്രയാ ഇൻട്രസ്റ്റ്? എത്രയാ? 10%. എങ്ങനെ? കോമ്പൗണ്ടഡ് ആനുവലി, വാർഷികമായി. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും? 3 വർഷത്തിന് ശേഷം എത്ര രൂപ ദയക്ക് തിരിച്ച് പൈസ കയ്യിൽ കിട്ടും? ഇതാണ് നമുക്ക് അറിയേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എമൗണ്ട് ആഫ്റ്റർ 3 years, 3 വർഷത്തിന് ശേഷം കിട്ടാൻ പോകുന്ന പൈസ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇക്വേഷൻ ഓർമ്മയുണ്ടോ മക്കളെ? എന്താണ്? P into 1 plus R by 100 all raised to n. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? P into 1 plus R by 100 all raised to n. ഇനി ഇതിലേക്ക് വേണ്ട ഓരോ ആളുകളെയും നമുക്ക് നോക്കണം. P എന്ന് പറഞ്ഞാൽ എന്താ? എത്ര എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്? 30,000 രൂപ അല്ലെ? 30,000. അപ്പൊ P കിട്ടി. നെക്സ്റ്റ് R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്. 10% എന്നല്ലേ പറഞ്ഞേ? അപ്പൊ R പകരം നമുക്ക് 10 കൊടുക്കാം. N എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? എത്ര വർഷം? 3 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ തിരിച്ചു കിട്ടുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ 3 വർഷം കഴിഞ്ഞാൽ എത്ര കിട്ടുന്നതാണെങ്കിൽ നമ്മൾ N ന് 3 കൊടുക്കണം. അപ്പൊ ഈ ഇക്വേഷനിൽ നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 3 വർഷങ്ങൾക്ക് ശേഷം പലിശയടക്കം എത്ര എമൗണ്ട് ആയിരിക്കും ദയയുടെ കയ്യിൽ ഉണ്ടാവുക? ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ എന്തായാലും പഠിക്കണേ. അപ്പൊ P എന്താണ്? P 30,000 into 1 plus R by 100 എന്ന് പകരം 10 divided by 100 all raised to n ന് പകരം 3. അപ്പൊ എങ്ങനെയത് മാറ്റിയാ? 30,000 into 1 plus 10 by 100 എന്ന് പറഞ്ഞാൽ എത്രയാ? 110/100 എന്ന് വരൂലേ? ഇത് ക്രോസ് ചെയ്താൽ 100 എടാ അതറിയോ? ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ 1/1 എന്ന് എഴുതുക. 10/100. അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് 1 into 100 നോക്കേ ചെയ്യുന്നേ. 1 into 100 100. ഇവിടുന്ന് ഇങ്ങോട്ട് 1 into 10 10. നടുവിൽ പ്ലസ് ആയതുകൊണ്ട് അത് കൂട്ടിയാ 110. താഴെയോ? താഴെ 1 into 100 ചെയ്താൽ 110/100. പക്ഷെ നിങ്ങളത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്കത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. വെറുതെ അങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. 1 + 10/100 ആണ്. അപ്പൊ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇതങ്ങ് കൂട്ടുക. എത്ര ഉണ്ടാവും കൂട്ടിയാല്? 110 ഉണ്ടാവൂലേ? 100ഉം ആ 10ഉം കൂടെ അങ്ങോട്ട് കൂട്ടി 110. താഴെ 100 അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അതെങ്ങനെയാ സാറേ? എന്നാ വേറെ ഒന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ നോക്കാം. ഇങ്ങനെയാണ് വിചാരിച്ചോ. 1 + 8/100 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ഇത് 108/100 എന്ന് വരും. അങ്ങനെയാണ് ഇതോ 1 + 5/100 ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക? 105/100 എന്നായിരിക്കും വരിക. അത് അങ്ങനെ വരുള്ളൂ. ക്രോസ് ചെയ്താൽ അങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നേരെ എഴുതി വെച്ചാൽ പോരെ, നേരെ തന്നെ കിട്ടൂലേ? അപ്പൊ നമുക്ക് നേരെ തന്നെ കൊടുക്കാം. 1 + 10/100 എന്ന് പറഞ്ഞാൽ 110/100 ആണ്. ഓൾ റേസ് ടു 3 റേസ് ടു 3 ആണ് വരിക. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഈക്വൽ 30,000 into ഇങ്ങനെ പവറിൽ 3 വന്നാൽ അതിന്റെ അർത്ഥം എന്താ? 3 തവണ അത് എഴുതി മൾട്ടിപ്പിൾ ചെയ്യണ്ടേ? അപ്പൊ 110 divided by 100 into 110 divided by 100 into 110 divided by 100 ഇങ്ങനെ 3 തവണ എഴുതി മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. 0 ഒരു 0 ക്യാൻസൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു 0യും ഒരു 0യും ക്യാൻസൽ ചെയ്തു. അടുത്ത 0യും ദാ ഇപ്പുറത്തുനിന്ന് ഒരു 0 എടുത്തു. ഇവിടുന്ന് ഒരു 0 ഇങ്ങോട്ട് എടുത്തു. ഇനി വീണ്ടും ഒരു 0 ഇവിടുന്ന് പോട്ടെ. ഇനി ഇവിടുത്തെ 2 0, ഇവിടുന്ന് 2 എണ്ണം. സീറോസ് എല്ലാം 0 0 0 ഒക്കെ നമ്മൾ വെട്ടി തീർത്തിരിക്കുന്നത്. ബാക്കി ഇനി എന്താ ഉള്ളത്? ബാക്കി നമുക്ക് ഇനി സോൾവ് ചെയ്യാനുള്ളത് 30 into 11 into 11 into 11. 11 into 11 എന്ന് പറഞ്ഞാൽ എത്രയാ? 121 അല്ലേ? ആ 121 into 11 ചെയ്താലോ? 121 into 11 ചെയ്ത് എന്താ ഉണ്ടാവുക? 121ഉം 121 121 പ്ലസ് ചെയ്താ 1 3 3. ഓക്കെ, 1331 വരൂലടാ. 1331 അത് മൾട്ടിപ്പിൾ ചെയ്താലേ. അപ്പൊ നമ്മുടെ ആൻസർ 30 into 1331.
ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ കൈ കിട്ടും. അപ്പൊ ഇത് ചെയ്യാൻ കുറച്ചുണ്ടാവും കേട്ടോ, വലിയ നമ്പേഴ്സ് ആയിരിക്കും. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന മാറ്റുമ്പോഴത്തേക്ക് നമ്പർ കുറച്ച് വലുതാവും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യണേ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് മൾട്ടിപ്ലൈ എന്താ ചെയ്യാം? നിങ്ങൾ ഈ 3യും ഈ നമ്പറും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുക, എന്നിട്ട് ഒരു 0 അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ 1331 into 3 ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ കൂടെ ഒരു 0 ചേർത്ത് കൊടുത്താൽ 1 into 3 3 3 into 3 9 3 into 3 9 1 into 3 3 ഇങ്ങനെ കിട്ടും. അതിന്റെ കൂടെ ഒരു 0യും കൂടെ ചേർത്താൽ നമ്മുടെ ആൻസർ 30. ഇത് റഫൈ ചെയ്താൽ മതി കേട്ടോ. 39,930 ഇത്രയും റുപ്പീസ്. 39,930 രൂപയാണ് പലിശ അടക്കം തേക്കി 3 വർഷത്തിന് ശേഷം കയ്യിൽ കിട്ടുന്ന എമൗണ്ട്. കൂട്ടുപലിശ രീതിയിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. അപ്പൊ മക്കളെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇന്ന് വൈകിട്ട് നമ്മുടെ ലൈവ് ഉണ്ട്, നമ്മുടെ 7:30 ലൈവ് അല്ലേ. അതപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടൈപ്പ്, ഇപ്പൊ നമ്മൾ ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒറ്റ ടൈപ്പ് അല്ലേ പറഞ്ഞുള്ളൂ, ആനുവലി മാത്രം. നമുക്ക് ഇത് എന്താ പറയാ, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഇല്ലേ, പാദവാർഷികം, അർദ്ധവാർഷികം, ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാനില്ലേ. ഇങ്ങനെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് അന്നപ്പോൾ ഡീൽ ചെയ്യാം കേട്ടോ. അപ്പൊ ബാക്കി ചാപ്റ്റർ ഉണ്ടാവും, അതിന്റെ കൂടെ ഈ ചാപ്റ്റർ ഉണ്ടാവും. മക്കൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടി 7:30 കറക്റ്റ് വരും കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ.